പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു MGR കൈപ്പിടിച്ചു കൊണ്ടുവന്ന പുരച്ചിത്തലവിയെക്കുറിച്ച്, മരണത്തിലും തുടർന്ന അവരുടെ ദുരൂഹതയെക്കുറിച്ച്. അതെ, ആ മരണത്തിൽ ഇന്നും ദുരൂഹത അവശേഷിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പുരച്ചിത്തലവിയെക്കുറിച്ച്, MGR കൈപ്പിടിച്ചു കൊണ്ടുവന്ന പുരച്ചിത്തലവിയെക്കുറിച്ച്. അവരുടെ മരണത്തിന് ശേഷവും ഇന്നും അവരുടെ മരണത്തിൽ ദുരൂഹത തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2016 സെപ്റ്റംബറിലാണ് ജയലളിതയെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജയലളിതയെ കിടത്തിയ ആ ഫ്ലോർ മുഴുവൻ അന്നു തന്നെ ഒഴിപ്പിക്കപ്പെട്ടു. ജയലളിതയുടെ തോഴി എന്ന് വിളിപ്പിക്കപ്പെട്ട ശശികല മാത്രമാണ് ആ നാളുകളിൽ ജയലളിതയെ കണ്ടത്. ഇടക്കാല മുഖ്യമന്ത്രി പദത്തിലിരുന്ന O പന്നീർശെൽവം പോലും ആശുപത്രിയിൽ ജയലളിതയെ കണ്ടിരുന്നോ എന്ന് ഇന്നും വ്യക്തമല്ല. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുമില്ല. ഡിസംബർ 5 രാത്രി 11:30 ആശുപത്രി അധികൃതർ ജയലളിതയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ അതിന് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ജയലളിത മരിച്ചതായും ആശുപത്രി അധികൃതരും ശശികലയും മരണവിവരം മറച്ചു എന്ന അഭ്യൂഹങ്ങളും നാടാകെ പ്രചരിക്കുന്നു. DMK അധികാരത്തിലെത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജയലളിതയുടെ രോഗവിവരങ്ങൾ ഇന്നും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. കുമുദത്തിലെ ജീവിതകഥയെക്കുറിച്ച് പറയാം. പഠനത്തിൽ മിടുക്കിയായിരുന്നു ജയലളിത. പ്രീ ഡിഗ്രിക്ക് ചേർന്നയുടനെയാണ് അമ്മയുടെ നിർബന്ധത്താൽ സിനിമയിലെത്തുന്നത്. പിന്നീട് പഠനം തുടരാനായില്ലെങ്കിലും വായനാശീലം ജയലളിത ഒരു വാശി പോലെ ഒപ്പം കൂട്ടി. സിനിമാ സെറ്റുകളിൽ പോലും ജയലളിതയ്ക്ക് കൂട്ട് പുസ്തകങ്ങളോടായിരുന്നു അവരുടെ പ്രണയം. 1964 സിനിമയിലെത്തിയ ജയലളിതയ്ക്ക് 10 വർഷത്തെ അപ്രമാദത്തിന് ശേഷം തിരയുലകത്തിൽ തിരക്ക് കുറഞ്ഞു. നദിയെ തേടി വന്ന കടൽ എന്ന അവസാന സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമാവുന്നു. ഇതിനിടെ 1976 തമിഴ് വാരികയായ കുമുദത്തിൽ ജയലളിത ജീവിതകഥ എഴുതി തുടങ്ങി. ബാല്യവും കൗമാരവും കടന്ന് സിനിമയിലെത്തിയ കാലം വരെയുള്ള പങ്ക്തി പ്രസിദ്ധീകരിക്കപ്പെട്ടു. MGRനെ കണ്ടതു മുതലുള്ള ഭാഗം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ പങ്ക്തി നിർത്തലാക്കി. MGR വിലക്കിയെന്നും തടഞ്ഞതാണെന്നുമുള്ള കഥകൾ പ്രചരിച്ചെങ്കിലും പതിവ് പോലെ ജയലളിതയോ MGRോ ഇരുവരോടും അടുപ്പമുള്ളവരോ അതിനെക്കുറിച്ച് പ്രതികരിച്ചതേയില്ല. MGR ജയലളിതയെക്കുറിച്ച് പറയാം. പുരച്ചിത്തലൈവർ MGRന്റെ പിൻഗാമിയായി തമിഴകത്തിന്റെ പുരച്ചിത്തലവിയായി മാറിയ ജയലളിതയ്ക്ക് അദ്ദേഹവുമായുള്ള ബന്ധം എന്തായിരുന്നു? തമിഴകം മാത്രമല്ല, ഇന്ത്യ തന്നെ ചർച്ച ചെയ്ത വിഷയം. He was dominating my life entirely. My Amma and MGR, both of them were the major influences in my life. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ ജയലളിത അമ്മയെയും MGRനെയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. മാത്രമല്ല, മികച്ച പ്രാസംഗികയായ ജയലളിത ഓരോ തവണയും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പ്രസംഗം ആരംഭിക്കുക ഇങ്ങനെയാണ്, മനോഹരമായിട്ട്: എന്നെ വാഴ്വയ്ക്കും ദൈവങ്ങളാകിയ തായ്മാറുകളെ, പുരച്ചിത്തലൈവർ MGRന്റെ രക്തത്തിൻ രക്തമാന എൻ ഉയിരിനും മേലാന ഉടൻ പിറപ്പുകളെ. ഇങ്ങനെയായിരുന്നു അവർ പ്രസംഗം തുടങ്ങുക. പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ലെന്നാണ് തമിഴകത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും MGRനെയും ജയലളിതയെയും അടുത്തറിഞ്ഞ ജയകാന്തനെ പോലുള്ളവരും പിന്നീട് പറഞ്ഞത്. അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. MGR ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയ സമയത്ത് ജയലളിത MGRനെതിരെ രാജീവ് ഗാന്ധിക്ക് കത്തെഴുതി. ആ കത്ത് പിന്നീട് പുറത്തു വരികയും ചെയ്തു. കരുണാനിധി രാഷ്ട്രീയമായി ഉപയോഗിച്ചു. ആ കത്ത് പുറത്തുവിട്ടത് കരുണാനിധിയായിരുന്നു. ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ MGR മരിക്കുന്നതിന് 3 മാസം മുമ്പ് ജയലളിതയെ പാർട്ടിയിലെ എല്ലാ പദവിയിൽ നിന്ന് നീക്കി. പാർട്ടി പ്രവർത്തകർക്ക് ജയലളിതയുമായി ഒരു ബന്ധവും പാടില്ലെന്നും പാർട്ടി മുഖപത്രമായ അണ്ണാ പത്രികയിലൂടെ അണ്ണാ DMKയുടെ പേരിൽ പത്രക്കുറിപ്പിറക്കി. എന്നാൽ MGRന്റെ പേരിൽ പത്രക്കുറിപ്പിറക്കിയത് MGRന്റെ അനുയായി RM വീരപ്പനാണെന്ന വാദവുമുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. സുഹൃത്തുക്കളായിരുന്ന കരുണാനിധിയും MGRും പിരിഞ്ഞ ശേഷം DMKയെയും കരുണാനിധിയെയും നേരിടാനാണ് MGR ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ടും MGR സംരക്ഷിച്ചില്ലെന്ന ദേഷ്യം ജയലളിതയ്ക്കുണ്ടായിരുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു. ജയലളിതയെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കി 3 മാസത്തിന് ശേഷം MGR അന്തരിക്കുന്നു. ശവപേടകത്തിൽ നിന്ന് ഇറക്കിവിട്ടതടക്കമുള്ള നാടകങ്ങൾക്കും നാണംകടലുകൾക്കുമൊടുവിൽ 10 ദിവസത്തിന് ശേഷം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ MGRന്റെ മരണത്തെക്കുറിച്ച് എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തോട് എന്നെ ചുറ്റിയിരുന്ന നിർബന്ധം ഒഴിഞ്ഞത്, എന്നെ ചുറ്റിയിരുന്ന നിർബന്ധം ഒഴിഞ്ഞു എന്ന് ജയലളിത പ്രതികരിച്ചു. ഇത് MGRനോടുള്ള ജയലളിതയുടെ യഥാർത്ഥ മനോഭാവമായിരുന്നെന്നും അതല്ല MGRന്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയതിൽ നിന്നും വിഷാദത്തിൽ നിന്നുണ്ടായ പ്രതികരണമാണെന്നും ഒക്കെ കരുതപ്പെടുന്നു. MGRന് വേണ്ടിയാണെങ്കിൽ കൂടി രാഷ്ട്രീയത്തിലെത്തിയ ശേഷമുണ്ടായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ജയലളിത MGRന്റെ ജനപ്രീതി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിടത്താണ് ഈ ഭിന്നതകൾ പുറം ലോകം അറിയാതിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.
പഠിച്ച് നല്ലൊരു ജോലി ചെയ്യാൻ ആഗ്രഹിച്ച ജയലളിതയെ അവർക്ക് ഇഷ്ടമില്ലാത്ത മേഖലകളിലേക്ക് എത്തിച്ചതും തളച്ചിട്ടതും അമ്മയും MGRുമായിരുന്നു. അത് ജയലളിതയുടെ വാക്കുകളിലുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ പ്രതിസന്ധികളൊക്കെ താണ്ടി പലതവണ തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജയലളിത. ഒരു ഘട്ടത്തിൽ കേന്ദ്രഭരണം വരെ നിയന്ത്രിക്കുന്ന വനിതയായി മാറിയിരുന്നു അവർ. വാജ്പേയിക്ക് ജയലളിതയുടെ ലവ് ലെറ്റർ എന്നൊരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് പറയാം. 1998 തെരഞ്ഞെടുപ്പ് ജയിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാരുണ്ടാക്കാൻ വാജ്പേയി അവകാശവാദം ഉന്നയിച്ചില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ച ബാൽ താക്കറെയോട് വാജ്പേയി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ദ ലവ് ലെറ്റർ ഹാസ് നോട്ട് കം ഫ്രം ചെന്നൈ. തമിഴ്നാട്ടിൽ നിന്നുള്ള പിന്തുണ വന്നിട്ടില്ല, അതായിരുന്നു അതിൻ്റെ ചുരുക്കം. പിറ്റേ ദിവസം വൈകിട്ട് തന്നെ ജയലളിത NDA സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആ ബന്ധം അധികകാലം പോയില്ല. 13 മാസത്തിനപ്പുറം കരുണാനിധി നൽകിയ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അടക്കമുള്ള അഴിമതി കേസുകൾ റദ്ദാക്കാത്തതിനാലും തമിഴ്നാട്ടിലെ DMK സർക്കാർ പിരിച്ചുവിടാത്തതിനാലും AIDMK കേന്ദ്ര സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചു. അവിശ്വാസ പ്രമേയത്തെ നേരിട്ട സർക്കാർ ഒരു വോട്ടിന് പരാജയപ്പെട്ടു. വാജ്പേയി സർക്കാർ വീണു. തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടും ദ്രവിഡീയ സംസ്കാരം മുറുകെ പിടിക്കുന്ന ഒരു ജനതയെ അവരുടെ പുരച്ചിത്തലവിയായി നയിച്ചു. ഏതാണ്ട് 35 വർഷം MGRനും കരുണാനിധിക്കുമൊപ്പം തമിഴകം ചേർത്തു വയ്ക്കുന്ന പേരായി മാറി ജയലളിത. രാഷ്ട്രീയ വൈരാഗ്യം ഏറ്റവും മോശമായി ഉപയോഗിക്കപ്പെട്ടതും കരുണാനിധിയുടെയും ജയലളിതയുടെയും കാലത്താണ്. കരുണാനിധി അധികാരത്തിലിരുന്നപ്പോൾ ജയലളിതയും, ജയലളിത അധികാരത്തിലിരുന്നപ്പോൾ കരുണാനിധിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കരുണാനിധിയുടെ അറസ്റ്റ് DMKക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടായി. എന്നാൽ ജയലളിതയ്ക്കെതിരെ കരുണാനിധി നൽകിയ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിൽവാസവും പദവി നഷ്ടവും നേരിടേണ്ടി വന്ന ജയലളിതയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ആ കേസ് നിലനിൽക്കുകയാണ്. പിന്നീട് അതേ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ശശികല ശിക്ഷിക്കപ്പെട്ടതും. ഇതാണ് പുരച്ചിത്തലവി ജയലളിതയെക്കുറിച്ച് പറയാൻ. ഇനിയും ഒട്ടേറെ കഥകളുണ്ട് ജയലളിതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ. അതിനൊരു പക്ഷേ ഇത്ര ദൈർഘ്യം പോരാതായി വരും. ഒരുപാട് പുസ്തകങ്ങൾ എഴുതേണ്ടി വരും. ധീരയായ വനിത, ഒരു സമയത്ത് ഇന്ത്യൻ ഭരണം എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ച വനിത. വാജ്പേയി പറഞ്ഞ പോലെ ദ ലവ് ലെറ്റർ ഹാസ് നോട്ട് റിസീവ്ഡ് ഫ്രം ചെന്നൈ എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് വിശേഷിപ്പിച്ച അതേ ജയലളിതയെക്കുറിച്ച്. MGRും അമ്മയും ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ ജീവിതം ഒഴിഞ്ഞു മാറ്റിവെച്ച തമിഴ്നാടിൻ്റെ ഉരുക്ക് വനിതയെക്കുറിച്ച്. ദ അയൺ ലേഡി ഓഫ് തമിഴ്നാടു, ജയലളിത, പുരച്ചിത്തലവി. ഈ റിയൽ സ്റ്റോറിയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.